കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം കൊടുത്തൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിലെല്ലാം ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി അത് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അറകളിലുള്ള സ്വർണത്തിലും വജ്രത്തിലുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കണ്ണ് എന്ന് ആർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ക്ഷേത്രത്തെ സർക്കാരിലോട്ട് നിക്ഷിപ്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ളൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. അത് ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിക്കുന്നൊരു സാധനം എങ്ങനെയാണ് പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുക? അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരെ അവർ ഡ്യൂട്ടിയിൽ കയറുമ്പോഴും അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴും അവർ പരിശോധനയ്ക്ക് വിധേയമാകണം. അവിടെയുള്ള പോലീസ് ഡ്യൂട്ടിക്ക് കയറുമ്പോഴോ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴോ ഒരു പരിശോധനയുമില്ല. അത്തരത്തിലും വേണമെങ്കിൽ ഇത്തരം മോഷണങ്ങൾ നടക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ക്ഷേത്രത്തിന് ഉള്ളിലെ വൈരനാമവും സ്വർണ്ണ വിളക്കും ഉൾപ്പെടെ കാണാതായി എന്നതായിരുന്നു വാർത്ത. ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലീസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട്, അതായത് വിലപിടിപ്പുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കൾ കാണാതായി എന്നുള്ള റിപ്പോർട്ട് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പുറത്തു വന്നത്. പോലീസിന് ഈയൊരു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ചേതോവികാരം ഉണ്ടായത് എങ്ങനെയാണ്? ആരെയാണ് ഈ റിപ്പോർട്ട് ലക്ഷ്യം വെക്കുന്നത്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഭാരവാഹിയായ സന്ദീപ്. തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ജനങ്ങൾക്കെല്ലാം തന്നെ മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ നിരവധി നാളുകളായി ക്ഷേത്രത്തെ അതിൻ്റെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് സംശയിച്ചിരുന്ന അതുതന്നെയാണ് വീണ്ടും സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ക്ഷേത്രത്തിലെ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഭക്തജനങ്ങളുടെ ഇടയിലുണ്ട്. നിരവധിയായിട്ടുള്ള ഭക്തജന സംഘടനകളും ഇത് ഉയർത്തിക്കൊണ്ട് ഭക്തജനങ്ങൾ ഞങ്ങളോട് തന്നെ പലപ്പോഴും അത്തരത്തിൽ സംവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം കൊടുത്തൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിലെല്ലാം ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ DGPക്ക് കൈമാറുന്നു. DGP അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറുമ്പോൾ സ്വാഭാവികമായും അതിന് ഒരു ഗൗരവമുണ്ട്. ആ ഗൗരവത്തെ കണക്കിലെടുത്തതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമാക്കിയതിന് ശേഷം ഇത്തരത്തിലൊരു പ്രതികരണം തന്നാൽ മതിയെന്ന് ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയെ മുഖവിലേക്ക് എടുക്കുന്നതിനുള്ള കാരണം നമുക്കറിയാം, ഇതിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് ഈ ഭരണസമിതിയുടെ ആവിർഭാവം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കൃത്യമായ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനം ഇന്ന് നിലനിൽക്കുന്നത്. ആ ജഡ്ജ്മെൻറ്റ് വന്ന സമയത്ത് തന്നെ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയവുമായിരുന്നു. തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടുള്ള തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒരു പ്രതിനിധിയും കൊട്ടാരം ട്രസ്റ്റി നിയമിക്കുന്ന ഒരു പ്രതിനിധിയും ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും അടങ്ങുന്ന ഒരു 5 അംഗ ഭരണസമിതിയാണ് ഇന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണങ്ങൾ കൈയാളുന്നത്. അതിനപ്പുറത്ത് അവരെ ഉപദേശിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട
ഹൈക്കോടതിയുടെ ഒരു ചീഫ് ജസ്റ്റിസ് നിയമിക്കുന്ന ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജ് ചെയർമാനായിട്ടുള്ള ഒരു ഉപദേശക സമിതി, അതിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ കൊട്ടാരം ട്രസ്റ്റി നിയമിക്കുന്ന മറ്റൊരംഗം. ആ അംഗം എന്ന് പറയുന്നത് കേരളത്തിലെ മുതിർന്ന IAS-കാരനായിട്ടുള്ള ടി ബാലകൃഷ്ണൻ IAS എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇന്ന് ഭരണസമിതിയിലുള്ളത്, ഉപദേശക സമിതിയിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെയധികം വളരെ ഗൗരവമായി അത് പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിലോ വന്ന വാർത്തയല്ല ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ റിപ്പോർട്ട് ഇത്തരത്തിൽ വരുന്നുവെങ്കിൽ, വ്യാജ വാർത്ത റിപ്പോർട്ടാക്കി വരുന്നുവെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ചില തൽപര കക്ഷികൾ, ചില ഗൂഢാലോചനകൾ നടന്നതായി സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. നമുക്കറിയാം, നിരവധി നാളുകളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് 4-ാം മാസമാണ് ADGPക്ക് അത് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ സൃഷ്ടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത, ആ വ്യാജ വാർത്തയുടെ അടിസ്ഥാനം ഞാൻ അനുമാനിക്കുന്നു അതിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ, വ്യാജ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ ഭരണവും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ വളരെയധികം മൂല്യമുള്ള സ്വത്തുക്കളും കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ള വ്യാജ വാർത്ത ഉണ്ടാക്കുവാൻ വേണ്ടി കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിനെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ ഇതിൻ്റെ നേട്ടം കൈയാളുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. കാരണം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർക്കാരിലും അവിടുത്തെ സ്വത്തിൽ, അമൂല്യമായ വസ്തുക്കളിൽ ഒരു കണ്ണ് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്കുണ്ട്. കേരളം കടക്കണിയിലാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തെ രക്ഷിക്കാം, അതിൽ നിന്ന് പലർക്കും പലതും നേടാം. കാരണം അവിടെ ആ അറകളിലുള്ള സ്വർണത്തിലും വജ്രത്തിലുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കണ്ണ് എന്ന് ആർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഇത് പലപ്പോഴായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്, അവരുടെ ഭരണത്തിൽ കെടുകാര്യസ്ഥതയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ക്ഷേത്രത്തെ സർക്കാരിലോട്ട് നിക്ഷിപ്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ളൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ആരുടെ ഭാഗത്താണോ ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത്, ആ പിഴവുകൾ എങ്ങനെ ഉണ്ടായി, എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഇൻ്റലിജൻസ് സംവിധാനം തയ്യാറാക്കിയത് എന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ പരിശോധിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ പറയുന്ന 78 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വൈരനാമം നഷ്ടപ്പെട്ടു. അവിടെ സ്വർണ്ണവിളക്ക് പുറത്തു കൊണ്ടുപോയി അതിന് പകരം വെള്ളി വിളക്ക് കത്തിച്ചു. ഇത്തരം ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, എന്തടിസ്ഥാനത്തിലാണ് 78 ഗ്രാം സ്വർണം എന്ന് അവർ രേഖപ്പെടുത്തിയത്, വൈരനാമം എങ്ങനെ നഷ്ടപ്പെട്ടു, ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ആരോ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഇൻ്റലിജൻസ് മേധാവി ഇതിനെ ശരിവച്ചുകൊണ്ട് സർക്കാരിലോട്ട് കൊടുത്തു? വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന, ഭക്തജനങ്ങളുടെക്ക് അവരുടെ ആരാധനാമൂർത്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. നമുക്കറിയാം, അവിടെ വൈരനാമവും അതുപോലെ തന്നെ അവിടെ അതെല്ലാം തന്നെ ക്ഷേത്രത്തിൻ്റെ നമ്പിയുടെ കസ്റ്റഡിയിലുള്ളതാണ്. അതിൽ പോലീസിന് യാതൊരു റോളുമില്ല. അത് ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനം, അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ നമ്പിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. നമ്പി ആണ് അത് സൂക്ഷിക്കുന്നത്. നമ്പിയുടെ കസ്റ്റഡിയിലുള്ളൊരു സാധനം, അത് ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിക്കുന്നൊരു സാധനം എങ്ങനെയാണ് പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുക? അപ്പോൾ ഇത് വളരെ ബോധപൂർവമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇൻ്റലിജൻസ് സംവിധാനം കുറേ കൂടി ശ്രദ്ധ
കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. ഈ റിപ്പോർട്ട് ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? ഭക്തജനങ്ങളെയാണോ, മതത്തെയാണോ, അല്ലെങ്കിൽ ഈ രാജകുടുംബത്തെയാണോ? ഇത് പല ആംഗിളാണ് ഈ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഒരേ സമയം രാജകുടുംബത്തെ ടോർച്ചർ ചെയ്യുക, മറ്റൊന്ന് അവിടുത്തെ ഭരണം കെടുകാര്യസ്ഥത ഉയർത്തിക്കാട്ടുക. ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോഴാണ് കോടതിയെ സമീപിക്കാൻ സാധിക്കുക. കോടതിയിൽ ഒരു ഇൻ്ററിംഗ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇൻ്റലിജൻസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി നടന്നിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഇതിനെ ഹൈന്ദവ സംഘടനകൾ കാണുന്നത്. ഈ മുൻപ് ഈ സ്വർണ്ണദണ്ഡ് മോഷണം പോയിരുന്നു, അതിൻ്റെ അന്വേഷണം എവിടെയും എത്തിയില്ലേ എന്നുള്ള ചോദ്യമാണ്. അല്ല, കേരള പോലീസിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. യഥാർത്ഥത്തിൽ മോഷണം പോയി എന്ന് ആരോപിക്കപ്പെടുകയും എന്നാൽ മോഷണം പോയി എന്ന് എല്ലാ പേരും വിശ്വസിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കോടതി നിശ്ചയിക്കപ്പെട്ട ഭരണ സംവിധാനം വന്നതിന് ശേഷം അവിടുത്തെ ഈ സ്വർണ്ണദണ്ഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വാസ്തവത്തിൽ നിലവിലുള്ള FIR. മോഷണവുമായി ബന്ധപ്പെട്ട് വേറെ FIRകളൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ FIR എടുത്തതിൻ്റെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോയി? അവിടുത്തെ ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ട് പോലീസ് തീരുമാനിച്ചു എന്നാണ് അവസാനം കിട്ടുന്ന വാർത്ത. പക്ഷേ അതിനുശേഷം അന്വേഷണം യാതൊരു രീതിയിലും മുന്നോട്ട് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകാത്തത്? വളരെ ഞങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം അത്ഭുതത്തോടു കൂടി കാണുന്നത് അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരെ അവർ ഡ്യൂട്ടിയിൽ കയറുമ്പോഴും അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴും അവർ പരിശോധനയ്ക്ക് വിധേയമാകണം. നല്ല കാര്യമാണ്. കാരണം ഇത്തരം മോഷണങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സംശയം അവിടുത്തെ ജീവനക്കാരിൽ എത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവർ അങ്ങനെ ഒരു ചെക്കിങ്ങിന് വിധേയമാകുന്നത് സ്വാഭാവികമായിട്ടും അവരുടെയും ഒരു സുരക്ഷയ്ക്ക് നല്ലതാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ വരുന്ന പല ഭക്തജനങ്ങളും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഇതെന്താണ് അവിടെ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസിന് ബാധകമാകാത്തത്? അവിടെയുള്ള പോലീസ് ഡ്യൂട്ടിക്ക് കയറുമ്പോഴോ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴോ ഒരു പരിശോധനയുമില്ല. അത്തരത്തിലും വേണമെങ്കിൽ ഇത്തരം മോഷണങ്ങൾ നടക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ അവിടെ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാർക്ക് മാത്രം പരിശോധനയും ആ ക്ഷേത്രത്തിലെ മറ്റു പോലീസുകാർക്ക്, ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് അവിടെ ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധന വേണ്ട എന്നുള്ളത് അതൊരു വിവേചനമാണ് എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടന എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചും അവരെ വളരെ കള്ളന്മാരായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ വരുന്നു. കാരണം അവിടുത്തെ ഈ വരുന്ന പടച്ചുവിടുന്ന വാർത്തകളുടെ അടിസ്ഥാനമാണ് അതിന് പ്രധാനമായിട്ടും. അവിടെ വരുന്ന ജീവനക്കാരെല്ലാം തന്നെ വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ. വളരെ മിടുക്കന്മാരായ, കേമന്മാരായ, സത്യസന്ധന്മാരായ നിരവധി ജീവനക്കാരുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേർ ചിലപ്പോൾ മോശപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് മുഴുവൻ ജീവനക്കാരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതും ശരിയല്ല. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ ഓഡിറ്റ് അതിനുവേണ്ടി ഭരണസമിതിയും ക്ഷേത്രവും സർക്കാരും തയ്യാറാകണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പുതിയ സർക്കാർ ഈ ഒരു വിഷയം കൂടി കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ആരെ അപകീർത്തിപ്പെടുത്താനാണ് പോലീസ് സംവിധാനം ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വ്യക്തമാകേണ്ടതുണ്ട്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.